എൻ്റെ ഹായും ബായും ഏറെക്കുറെ ഒരേപോലെ ഇരിക്കുന്നത്. യുഎയിലേക്ക് ഒരു റെസ്യൂം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂം തന്നെ ഉണ്ടാക്കണം. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം തന്നെ. കാരണം ഇവിടെ റിജക്ഷൻസ് കൂടുതലാണ് ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ മാസ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളൊക്കെയാണ്. ഇപ്പോൾ ചെറിയ കമ്പനികൾ ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് റെസ്യൂം വരും. അപ്പോൾ ഇവർ ATS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റെസ്യൂം അവർ കുറച്ച് ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ കുറച്ച് കീവേഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾ ആ റെസ്യൂം അതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ HR-ൻ്റെ ഒക്കെ കയ്യിൽ അല്ലെങ്കിൽ കൺസേൺ ആളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റെസ്യൂം റിജക്ട് ചെയ്യും. ആ ഒരു സോഫ്റ്റ്വെയർ റിജക്ട് ചെയ്യും. അതുകൊണ്ട് മാക്സിമം റെസ്യൂം നിങ്ങൾ തന്നെ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വരുത്തിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയാണ് അവർക്ക് എന്നെ വിളിച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ഞാനപ്പോൾ ആ സമയം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ മേടിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ റെസ്യൂമിൽ എൻ്റെ നമ്പർ വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് അയക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കാരണം കോൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം എന്ന് ചെയ്തിട്ട് ഞാൻ നാട്ടിലാണെന്നോ പോകുമ്പോൾ നമ്പർ തന്നിട്ട് പോയതാണെന്നോ നമുക്ക് റീസൺസ് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അങ്ങനെ ചെയ്താൽ മതിയല്ലോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആളുടെ നമ്പർ മേടിച്ച് എൻ്റെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്തു. റെസ്യൂം അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെയും ചെയ്യുന്നത് എനിക്കറിയാവുന്ന കമ്പനികളുടെ ഒക്കെ പേജിൽ കയറി കരിയർ സൈറ്റിൽ എന്തൊക്കെ ഓപ്പണിംഗ് ഉണ്ട്, എനിക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നിങ്ങനെ നോക്കി അതിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തൊരു കമ്പനിയിൽ നിന്ന് കോൾ വന്നപ്പോൾ ആളെടുത്തു. എനിക്ക് പറഞ്ഞു എൻ്റെ കസിനാണ്, നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പറ്റും, ആൾ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് വലിയൊരു സംഭവമായിട്ടും എനിക്ക് തോന്നി. എനിക്ക് UAE അല്ലെങ്കിൽ എനിക്ക് ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ വന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ആകെ 2 ക്ലൈമറ്റേ ഉള്ളൂ. ഒന്ന് എക്സ്ട്രീം ചൂട്, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത തണുപ്പ്. അത് എക്സ്ട്രീം തണുപ്പല്ല, എന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ്. ഭയങ്കര പച്ചപ്പും ഹരിതാവും ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്താ പറയുക, എല്ലാവർക്കും ഇപ്പോൾ വെക്കേഷനൊക്കെ വന്ന് നിന്ന് കാണുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ട് നിന്നിട്ട് ഒരു 9 to 5 ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് കഴിവ് ഇവിടെ ഭയങ്കര ഇങ്ങനെ മടുപ്പായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശൊക്കെ ഉണ്ടെങ്കിൽ വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാം. അപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെയായിരുന്നു UAE ഉണ്ടായത്. എനിക്ക് വരണം, കാണണം, തിരിച്ചു പോകണം, അത്ര ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഞാനിവിടെ ഇത്രയും വർഷം നിന്ന് ജോലി ചെയ്യും അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലും എൻ്റെ പ്ലാനിലും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കരിയറിലൊരു ഗ്രോത്ത് വേണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിക്ക് ഫുൾ സ്കോപ്പ് ഇവിടെയാണ്, അല്ലെങ്കിൽ ഫുൾ സ്കോപ്പ് എന്നല്ല, കുറച്ചുകൂടെ സ്കോപ്പും പിന്നെ അഫ്കോഴ്സ് സാലറിയും കൂടുതൽ ഇവിടെയാണ് എന്ന് ചിന്തിച്ചിട്ടും കൂടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ലാതെ എന്നെ ആരും നിർബന്ധിച്ച് വിട്ടതോ അല്ലെങ്കിൽ ഇതെൻ്റെ സ്വപ്നത്തിലുള്ള ജോലിയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് കോള് വന്നു, എനിക്കല്ല ആൾക്ക് കോള് വന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് തീരുമാനം എടുത്തു, ഞാൻ എങ്ങനെ വന്നു, എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് ബോർഡ്. ബൈ.